നാളെ എനിക്ക് എറണാകുളത്ത് ഷൂട്ടിന് പോകാണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചധികം സാധനങ്ങൾ പുറത്ത് പോയിട്ട് വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നമുക്കൊന്ന് സൂപ്പർ മാർക്കറ്റിലും അതുപോലെ കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയാലോ എന്ന് ചോദിച്ചു. അമ്മ ഒറ്റയ്ക്ക് പോയി വരില്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു മടി. അപ്പോഴാണ് മുത്തശ്ശി പറഞ്ഞത്, എനിക്ക് കുറച്ചധികം ഓർഡർ ഉണ്ടായിരുന്നു അമ്മോ, ദോശപ്പൊടി സാമ്പാർ പൊടിയുടെ ഒക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, നമുക്ക് ഒരുമിച്ച് പോയാലോ എന്ന് പ്ലാൻ ഇട്ടു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് രാവിലെ തന്നെ ഷഡ്ഡപ്പടെ പെട്ടെന്ന് ദോശയും ഉള്ളിച്ചമ്മന്തിയും അതുപോലെ ചട്നിയും ഒക്കെ ഉണ്ടാക്കിക്കോളും മുത്തശ്ശി, നമുക്ക് പെട്ടെന്ന് തന്നെ പോയി വരാലോ. എന്താ ഉണ്ടായത് പറയൂ. ദോശയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നെ കഷ്ണം ഇങ്ങനെ ടേസ്റ്റ് നോക്കുന്നുണ്ട്. എല്ലാ ദോശ ഒരേ ടേസ്റ്റ് ആണോ നോക്കണ്ടേ മുത്തശ്ശി? മാവ് ഒന്നായി ഒക്കെ ഒരു ദോശ ഒരു ടേസ്റ്റ് ഒന്നും അതല്ല, ചിലത് നന്നായിട്ട് മൊരിയും, ചിലത് കുറച്ചേ മൊരിയുള്ളൂ. അപ്പൊ അതിന്റെ ഓരോന്നിന്റെ ടേസ്റ്റ് നോക്കണേ ഓരോന്നിങ്ങനെ ചെറുതായി പൊട്ടിക്കുക. നമ്മള് മാത്രമാകുമ്പോ കുഴപ്പമില്ല. അതെ, വേറെ ആരെങ്കിലും ഉണ്ടാകുമ്പോ ഞാൻ ചെയ്യരുത്. ഇതേപോലെ നിങ്ങൾ ആരെങ്കിലും വീട്ടില് കുട്ടികൾ ചെയ്യലുണ്ടോ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇത് എടുത്തോ കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യല്ലേ. ഞാൻ സംഭവം തമാശയ്ക്ക് ദോശയ്ക്ക് ഉപ്പുണ്ടോ നോക്കാൻ വേണ്ടി സ്റ്റാർട്ടിങ് ഒരെണ്ണം മാത്രം ഇത്തിരി പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ആ ചെയ്യുന്നത് അങ്ങോട്ട് ഒഴിവാക്കുക. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് തിരിച്ച് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ എറണാകുളം പോകുന്ന ടൈമിൽ കുറച്ച് ദിവസത്തേക്കുള്ള വീഡിയോ അങ്ങനെ തന്നെ എടുത്ത് വെച്ച് ബാക്കപ്പ് ചെയ്തിട്ടാണ് കേട്ടോ പോകാറുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് സുഖമായിട്ട് ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഓഫീസിലെ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ചെത്തുമ്പോഴേക്കൊക്കെ എനിക്ക് എന്തായാലും ചെയ്യാനുള്ള ടൈമൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ഞാൻ പുതിയ ഡ്രസ്സ് വാങ്ങിച്ച് എനിക്ക് നിങ്ങളെ കാണിക്കാതിരുന്ന ഒരു സമാധാനമില്ല, ഉറങ്ങാൻ പറ്റില്ല. കാരണം എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് ഡെയിലി വെയർ ആയിട്ടും ഇപ്പോൾ ഓഫീസ് വെയർ ആയിട്ടും കോളേജ് കുർത്തിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു റയോൺ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. നല്ലൊരു നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ്. നല്ല രസമാണ്. ഇതിൻ്റെ നെക്കൊക്കെ കാണാൻ ഇങ്ങനെ ഒരു വി നെക്ക് വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടു എന്ന് തോന്നുകയില്ല. നമ്മളെ മേലെ അങ്ങനെ മഞ്ഞ് വീണ് കിടക്കില്ല. ഇങ്ങനെ ഒരു തൂവലിൻ്റെ ഒരു ഫെദർ ടച്ച് ഉള്ള ഒരു ടൈപ്പായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനത് ആ ദോശ ആയില്ലേ നമുക്ക് പോവണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ലിങ്ക് ഞാൻ റൈറ്റ് സൈഡിൽ മേലെ ടാഗ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.